ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫ്ലേവർഫുൾ ടെക് ജേർണീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അത് ഒരു 1 year ബിഫോർ ഞങ്ങളൊരു കാശ്മീർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് വ്ളോഗിങ്ങോ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെയ്യുന്നൊന്നും വിചാരിച്ചല്ല ചാനൽ തുടങ്ങുന്നോ അല്ലെങ്കിൽ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നൊന്നും ഞങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്ന സമയമൊന്നുമല്ല, ഒരു വർഷം മുമ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് അതിന്റെ മൊമെന്റ്സ് ഞങ്ങൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും. അപ്പം മേ ബി നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ ആക്ച്വലി പോയത് ഫെബ്രുവരിയിലാണ്. ലാസ്റ്റ് ഇയർ 2023 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ പറയുന്ന കാശ്മീർ യാത്രയ്ക്ക് പോയത്. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഔട്ട്സൈഡ് കേരള പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ അന്ന് അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അത്രയും കോണ്ടാക്ട്സ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ ഇതിന്റെ ടൂർ പാക്കേജ് എല്ലാം എടുത്തു തന്നെയാണ് പോയത്. 5 days 5 nights 6 days. അതെ, അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജ് തന്നെയാണ്. പക്ഷെ നമ്മള് ചൂസ് ചെയ്തത്, നമ്മളിപ്പോ വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലീവ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പൊ ഉള്ള ലീവ് അഡ്ജസ്റ്റ് ചെയ്തേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഫ്ലൈറ്റാ നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസീവ് ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രെയിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര എക്സ്പെൻസ് വരില്ല. പിന്നെ ഇപ്പം ഒത്തിരി ബഡ്ജറ്റ് ഒന്നും ഇല്ല, അതായത് കാശ്മീർ എന്നുള്ള സ്ഥലം കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്, അതായത് കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിവ്. ഏത് ട്രെയിൻ ആണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ട്രെയിനിന്റെ ഓപ്ഷൻസ് ഒക്കെ. പിന്നെ ട്രെയിൻ യാത്ര അതിന്റെ അനുഭവം വേറെ ഒന്നും തന്നെയാണ്. നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അടച്ചു പൂട്ടി അതിനകത്തിരുന്ന് അത് മേ ബി നിങ്ങൾക്ക് ഒരു 4 hours 5 hours. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് തന്നെ ഡൽഹിയാണ്. ഡൽഹിയിൽ 3 hours കൊണ്ട് എത്തി. പിന്നെ അവിടെ ഒരു 1 hour ലേ ഓവർ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ജമ്മു. അപ്പൊ എനിക്ക് തോന്നുന്നു രാവിലെ നമുക്ക് 6-നാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുത്തത്. നമ്മൾ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം ഒരു 3 hours 9:30 ഡൽഹി എത്തി. പിന്നെ അവിടെ നിന്ന് ഒരു ½ an hour കഴിഞ്ഞപ്പോഴും അടുത്ത ഫ്ലൈറ്റ്. അപ്പൊ ബൈ 11:30 നമ്മൾ ജമ്മു ശ്രീനഗറിലെത്തി. അപ്പൊ ഞങ്ങൾ ഈ പറയുന്ന ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും പിക്കപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഇന്നോവ കാർ തന്നെയായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ലോക്കൽ ഒരു ചെറുപ്പക്കാരനാണ്, 10-25 വയസ്സേ ഉള്ളൂ. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ ഞങ്ങള് പൊതുവെ നിങ്ങൾ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ഒരു ഫീലിംഗ് ആണ്, മീൻസ് ആ ഒരു പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഈ ഒരു ഡ്രൈവർ പുള്ളി വന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം പുള്ളി ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു. നമ്മുടെ ഗൈഡും ഒക്കെ പുള്ളി തന്നെയായിരുന്നു. നമ്മളെ വന്ന് പിക്ക് ചെയ്തു. നമ്മളെ ഫസ്റ്റ് ഡേ നമ്മളെ റൂമിൽ ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ പിക്ക് ചെയ്ത് നമ്മളെ റൂമിലോട്ടാണ് ഫസ്റ്റ് ചെക്കിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. ഞങ്ങളൊരു 2 ആയപ്പോഴത്തേക്ക് ചെക്കിങ് കഴിഞ്ഞു, പുറത്തിറങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ എത്തിയതല്ലേ, നമുക്ക് ലഞ്ച് ലോക്കലായിട്ട് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലോക്കൽ റാസ്വാൻ എന്ന് പറഞ്ഞ ഡിഷാണ്. അത് ബേസിക്കലി റൈസും പിന്നെ കൂടുതൽ അവിടെ മട്ടന്റെ മീറ്റ് ആണ് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അത് പിന്നെ വെജ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഷാണ്. മേബി അതിന്റെ ഫോട്ടോ കാണുന്ന ഓർമ്മയില്ല, അതുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. വളരെ ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഒരു മേ ബി അതൊരു പ്ലേറ്റ് മേടിച്ചാൽ ഒരു 5-6 പേർക്ക്. അതെ, അപ്പൊ അതായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ഡാൽ ലേക്ക് ആയിരുന്നു. നിങ്ങളെല്ലാവരും മിക്ക ഫിലിമുകളിലും, ഈവൻ നമ്മുടെ മോഹൻലാലിന്റെ ഫിലിം ഉണ്ട് കീർത്തി ചക്ര, അതിൽ നിങ്ങൾ കാണുന്ന ഒരു ലേക്ക് ഉണ്ട്, അതിന്റെ ഒരു പാട്ട് സീനുണ്ട്. അപ്പൊ ആ ഡാൽ ലേക്ക് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പൊ അവിടെ ഈ അത് ഈ പറഞ്ഞ നമ്മുടെ ട്രാവൽ ഏജൻസി തന്നെയാണ്, അവര് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. 1 hourലേക്ക് 500 300. അത് പിന്നെ കുറച്ച് നെഗോഷിയേറ്റ് ചെയ്താണ് എടുത്തത്. അപ്പൊ അത് ഈ പറയുന്ന 1.5 hours അവർ ഈ ലേക്കിന് ചുറ്റും ജസ്റ്റ് ഒന്ന് അതിനെ നമ്മളെ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ലേക്കിൽ ഒത്തിരി കച്ചവടക്കാർ വരും, നമ്മളടുത്ത്
നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം, അതൊക്കെ അവരോട് ഇഷ്ടം. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഷോള് വാങ്ങി, ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്, അവിടെ നമ്മൾ ഷോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ കാശ്മീരി സിൽക്ക്, ഒറിജിനൽ പശ്മീന അല്ല, അവിടുത്തെ സിൽക്ക്. പശ്മീന അറിയായിരിക്കുമല്ലോ, ലക്ഷങ്ങളാണ് അവിടുത്തെ പശ്മീന, ഒറിജിനൽ പശ്മീനയുടെ വില. അതായത് അവർ ഹോൾമാർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഷോളാണ്. ഞങ്ങൾ അത്ര എക്സ്പെൻസീവ് അല്ല വാങ്ങിയത്, നമ്മൾ അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഒരു സാധനം വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ ഒരു ഷോൾ വാങ്ങിയായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ അവിടുന്ന് കോഫി ഒക്കെ എന്തോ വാങ്ങി കഴിച്ചു. ആ ഒരു ഡാൽ ലേക്ക് എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ പോയ ടൈമിങ് ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ ഒത്തിരി മഞ്ഞും ഇല്ല, ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. എന്നാലും ടെമ്പറേച്ചർ വൈസ് തണുപ്പ് ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു ബിലോ 10 തന്നെ ആയിരുന്നു ടെമ്പറേച്ചർ ഒക്കെ. പകലായാലും രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല തണുപ്പാണ്, മൈനസും ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് അത്ര ഇത് എന്തോ പറയുന്ന സ്നോയി അല്ലായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഡാൽ ലേക്ക് ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമ്മള് അന്ന് തിരിച്ച് ടയർഡായി പോയി ട്രാവൽ ചെയ്ത്. ഉറക്കത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അന്ന് പിന്നെ ഒരിടത്തും പോയില്ല. അന്ന് നൈറ്റ് അവിടെ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണം. നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ അവിടുത്തെ ഒരു അമ്പലം, നമ്മുടെ ശങ്കരാചാര്യ ക്ഷേത്രം, അവിടെ അതൊരു കുന്നിന്റെ മണ്ടയിലാണ്. നമുക്ക് പടിയെല്ലാം കയറി പോണം. രസമായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഞങ്ങൾ ആഡ് ചെയ്യാം, അതിന്റെ വീഡിയോസ് ഇല്ല. ഫോട്ടോസ് അവിടെ നമ്മൾ കയറണമെങ്കിൽ തന്നെ നമ്മളെ ഫുൾ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ ബാഗ്, നമ്മൾ കൊണ്ടുവന്ന ഹാൻഡ് ബാഗ് വരെ അവര് തുറന്നു നോക്കി. അവിടെ BSFന്റെ ഒരു സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് അവര് നമ്മുടെ ഈവൻ ID കാർഡ് വരെ അവര് മേടിച്ചു വെച്ചു. മേടിച്ചില്ല, ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റെപ്പ് കയറി കുറച്ചുണ്ട്. പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു തളർച്ച ആർക്കും വന്നില്ല. അങ്ങനെ അവിടെ ഒരു ചെറിയ അമ്പലം, അവിടെ നമുക്ക് പൂജയൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പ്രസാദം, അതായത് നമ്മള് തീർത്ഥമൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ശിവലിംഗം കൊണ്ട് അതിൽ അഭിഷേകം ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മളവിടെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറച്ച് സൈറ്റ് സീയിങ്സ്, അന്ന് മൊത്തം സൈറ്റ് സീയിങ്സ് ആയിരുന്നു. കുറച്ച് പാർക്ക്, കുറച്ച് മെഹൽസ്, അവിടെ കുറച്ച് ഫോട്ടോസ്, നമ്മളെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ്, അതൊക്കെ അവിടെ അന്ന് എടുത്തായിരുന്നു. അവിടെ അന്നത്തെ ദിവസം പക്ഷെ ഈ ഗാർഡൻസ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തെങ്കിലും ഈ ഓഫ് സീസൺ ആയിരുന്നത് കൊണ്ട് തന്നെ, സ്പ്രിംഗ് സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്ലവറിംഗ് അല്ല, കാണാൻ പറ്റില്ല. ബട്ട് എന്നാലും അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാശ്മീർ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓരോ സീസണും ഓരോ ഭംഗിയാണ്. ഇപ്പൊ സമ്മറിൽ ഒരു ഭംഗിയായിരിക്കും, വിന്റർ, സ്പ്രിംഗ്, അതിനൊക്കെ ഓരോ ഭംഗിയാണ്. നമുക്ക് ഈ വിന്റർ ആണ് നമ്മൾ ആസ്വദിച്ചത്, അതുകൊണ്ട് തന്നെ ഈ പൂക്കള് അതൊന്നും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് തേർഡ് ഡേ ആണ് നമ്മൾ ഗുൽമാർഗ്. അതെ, ഗുൽമാർഗ് നിങ്ങൾ മിക്കവാറും ഈ കാശ്മീർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മാർക്കറ്റിംഗ് മീൻസ് അതിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഗുൽമാർഗ് ആണ്, അല്ലെങ്കിൽ സോനാമാർഗ് ഒക്കെ ആയിരിക്കും. അതെ, അപ്പൊ ഗുൽമാർഗ് ബേസിക്കലി തന്നെ അതൊരു എത്ര ഫീറ്റ് അബോവ് വരുന്ന ഒരു മൗണ്ടൻ ആണ്. ചുറ്റിനും നിറച്ച് മഞ്ഞ് വിരിഞ്ഞും പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു കേബിൾ കാർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞങ്ങൾ ഒരു ഫേസ് കേബിൾ കാർ എടുത്തു. അതെ, മൊത്തം 2 ഫേസ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ഫേസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ ഗുൽമാർഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഭംഗിയല്ല പ്രശ്നം, ബേസിക്കലി അവിടുത്തെ ആളുകളുടെ ഒരു അപ്രോച്ചാണ്. അതായത് ഞങ്ങള് പോയത് ഞങ്ങളുടെ വെഹിക്കിൾ മീൻസ് അവർ അറേഞ്ച് ചെയ്ത വെഹിക്കിളിലായിരുന്നു. ബട്ട് ഇതൊരു പോയിന്റ് വരെ മാത്രമേ ഇവർ അലോ ചെയ്യത്തുള്ളൂ ഈ ഗുൽമാർഗില്. പിന്നെ അങ്ങോട്ട് അവരുടേതായിട്ടൊരു ആധിപത്യം പോലെയാണ്, മീൻസ് അവരുടെ വെഹിക്കിളിൽ മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ അതിന് ഒരു എക്സ്ട്രാ പേയ്മെന്റ് എനിക്കൊണ്ട് എത്ര 7,500 5,000 രൂപ സംതിങ് ആയി. അപ്പൊ അത് നമ്മൾ ഡ്രൈവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് കുറച്ച് അത്ര കാശ് ആയില്ല. പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും ഇച്ചിരി ഈ ടൂറിസ്റ്റിനെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം. ചിലപ്പോ അവരുടെ സാഹചര്യം ആയിരിക്കും, അവർക്ക് ഈ ടൂറിസ്റ്റ് വരുന്നതുകൊണ്ടാണ്, അവരുടെ ജീവിത മാർഗം ആയതുകൊണ്ടാവാം. എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഗുൽമാർഗ് അത്ര കേബിൾ കാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ ബാക്കി ഈ പേഴ്സൺസ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് അത്ര ഒരു കംഫർട്ട് ആയിട്ട് തോന്നിയില്ല. ഗുൽമാർഗ് മാത്രം. ഗുൽമാർഗ് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് ആ സമയത്ത് നിറച്ച് മഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മറ്റേ ബൂട്ട്സ് നമ്മൾ ഇടണം, മീൻസ് സ്നോ ബൂട്ട്സ് നമ്മൾ ഇട്ടിരിക്കണം. അപ്പൊ മിക്ക ആൾക്കാരും അത് കൊണ്ടുവരാത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് റെന്റ് എടുക്കേണ്ടി വന്നു. അല്ല, മിക്കവാറും ഇപ്പൊ അറിയാവുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് പോകുമ്പോഴേ കൊണ്ടുപോകുന്നെങ്കിൽ അവര് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുക, അതായത് ഇട്ടാ നിങ്ങൾ വീഴും, നിങ്ങൾക്ക് പ്രശ്നമാവും, ഫ്രാക്ചർ ആവും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന്. അപ്പൊ അവര് നിങ്ങളെ ഫോഴ്സിബിളി നിങ്ങളെ കൊണ്ടൊരു മറ്റേ കാർട്ട്
നമ്മൾ മറ്റേ ഇരുന്ന് നമ്മൾ ഈ കുതിരയൊക്കെ വലിച്ചോണ്ട് പോകുന്ന ടൈപ്പ് ഒരു കാർട്ട് അവർ ഫോഴ്സിബിളി ഞങ്ങളെ കൊണ്ട് റെന്റ് എടുപ്പിക്കും. എന്നിട്ട് ഇവര് തന്നെയാണ് അപ്പൊ ഇവര് തന്നെയാണ് നമ്മളെ വലിച്ചോണ്ട് പോകും. നമ്മളതിൽ ഇരിക്കുക, അവര് സെറ്റ് പോലെ ഒരു സാധനം. പക്ഷെ അത് ഞാൻ നോക്കുമ്പോ ഒത്തിരി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും പോയില്ല. കാര്യം നമുക്ക് അറിയില്ലാത്ത സ്ഥലം. പക്ഷെ അതും ഓൾമോസ്റ്റ് 7,000 രൂപയോളം അവിടെ തന്നെ ഒരു 15+ നമുക്ക് ആ ഒരു പ്ലേസ് മാത്രം വിസിറ്റ് ചെയ്തപ്പോ ആയിരുന്നു എക്സ്ട്രാ. അതായത് ഈ ബഡ്ജറ്റ് ട്രാവലിംഗ് ബഡ്ജറ്റ് അല്ലാതെ നമ്മളെ കയ്യിൽ നിന്നായത് ആ ഒരു സ്ഥലത്ത് മാത്രം വിസിറ്റ് ചെയ്തപ്പോ ഒരു 15+ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേബിൾ കാറിന്റെ ഒരു എക്സ്പീരിയൻസ് പോകണം ആഗ്രഹമുള്ളവർക്ക് ഒന്ന് പോയി കാണാന്നുള്ളതാണ്. പിന്നെ അടുത്ത ദിവസം 3rd ഡേ ആണ്, 4th ഡേ അല്ലേ, അന്ന് നമ്മൾ തിരിച്ചു വന്നു. കാര്യം ഇത് ഒത്തിരി നല്ല ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hours ജേർണി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തിരിച്ചെത്തിയതും ഒത്തിരി നൈറ്റ് ആയി. കാര്യം കാശ്മീരിലെ പൊതുവെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈവനിങ് ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ ഷോപ്പുകളെല്ലാം അടയ്ക്കും. ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അന്ന് റിട്ടേൺ ചെയ്തു. ഇപ്പൊ നെക്സ്റ്റ് 3rd ഡേ അതാണല്ലോ 4th ഡേ നമ്മള് പോയത് മറ്റേ ഇവിടെ എന്റെ പേരെന്തുവാ, പെഹൽഗാം എന്നുള്ള സ്ഥലമാണ്. അതൊരു നല്ലൊരു സ്ഥലം. അതായത് നമ്മൾ പോകുന്ന വേ തന്നെ എന്തൊരു ഭംഗിയുള്ള സ്ഥലം. നല്ല ഫോട്ടോസ് എടുക്കാനും സ്നോഫോൾ കാണാൻ പറ്റില്ല, പക്ഷെ സ്നോഫോൾ വീണ് കിടക്കുന്ന ആ സ്നോവിന്റെ ആ ഒരു ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ അതൊരു നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട നല്ല സ്ഥലമായിരുന്നു. അവിടെ അത്രയ്ക്ക് ടൂറിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രൗഡഡ് ആണ്. അവിടെയും നമ്മളോട് ഈ സ്ലെഡ്ജും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവിടെ നമ്മുടെ ഗൈഡ് മുദാസിർ എന്നാണ് പുള്ളിയുടെ ഡ്രൈവറിന്റെ പേര്. അപ്പൊ ആ പുള്ളിക്കാരനും കൂടെ നമ്മുടെ കൂടെ വന്നു. നമ്മൾ പ്രത്യേകം പറഞ്ഞു ഈ ഗുൽമാർഗിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇനി താല്പര്യമില്ല, അങ്ങനെ ഉണ്ട്, ഒന്ന് നമ്മുടെയും കൂടെ വരണം എന്നുള്ളൊരു നമ്മളൊരു കൺസേൺ പറഞ്ഞപ്പോ പുള്ളിക്കാരനും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്യാം. അപ്പൊ പുള്ളിയുടെ കൂടെ വന്നാണ് നമ്മൾ ആ സ്ഥലം കണ്ടത്. അത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരു ലേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നും ഇതുപോലെ വേറൊരിടത്തും പോയില്ല. നമ്മുടെ സ്റ്റേയും ഈ സ്ഥലങ്ങളും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അത് കവർ ചെയ്ത് വരാനും ഒത്തിരി രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് റിസ്കി പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളായിട്ട് തന്നെ പറഞ്ഞു രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരണില്ല, നമുക്ക് ട്രാവൽ അന്നത്തെ തരം മതി, നമുക്ക് റൂമിൽ പോകാം എന്നുള്ള രീതിയിൽ. നമ്മൾ എത്തുമ്പോ തന്നെ ഒരു 6-7 മണിയൊക്കെ ആവും. പിന്നെ അവിടെ കാണാനും ഒന്നും ഇല്ല. പിന്നെ അടുത്ത ദിവസമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അല്ലേ, സോനാമാർഗ്. അതായത് ഞങ്ങളുടെ ഈ ഇറ്റിനറി പ്രകാരം ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്തിന്റെ പേര് സോനാമാർഗ് ആയിരുന്നു. ബട്ട് പുള്ളി ചോദിച്ചു ഈ സോനാമാർഗും ഗുൽമാർഗ് ഒക്കെ ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ആണ്. അപ്പൊ പുള്ളി വേറൊരു അതെ അതിന്റെ പേര് ദൂത് പത്രി എന്ന് പറഞ്ഞോണ്ടൊരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ. കാര്യം പുള്ളിയോട് നമുക്ക് അത്ര ട്രസ്റ്റ് ഉണ്ട്. കാര്യം പുള്ളി നമ്മളോട് ഡീൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് അത് ട്രൈ ചെയ്യാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. എൻജോയ് ചെയ്തതും നമ്മൾ ആ തണുപ്പ് ഫീൽ ചെയ്തതും ആ ഒരു കാശ്മീരിന്റെ ആ ഒരു ഇത് ഫീൽ ചെയ്ത സ്ഥലവും ദൂത് പത്രിയാണ്. അയ്യോ അതൊരു നല്ല സ്ഥലം. നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു ചേച്ചി, അവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ചേച്ചി ഇരുന്ന് റൊട്ടി ഉണ്ടാക്കുന്നത് അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെ ഞങ്ങൾ അത് മാവ് ഞങ്ങള് മേടിച്ചിട്ടുണ്ടോ, പക്ഷെ ഇത് ഒഴിച്ചില്ല, നമ്മൾ ഉണ്ടാക്കാൻ പറ്റി. അതെ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം പെർഫെക്റ്റ് ഒന്നും ആയില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവര് മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. താഴെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ ഒന്നും ഇതിന്റെ പൊടിയോ അല്ലെങ്കിൽ ഈ ഒരു റൊട്ടിയോ കിട്ടില്ല എന്ന് അവര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡ്, നല്ല റൊട്ടിയായിരുന്നു. അതൊരു എന്താ പറയുക ഹെവൻ തന്നെയായിരുന്നു. നല്ല സ്ഥലം. ഒത്തിരി ക്രൗഡഡ് അല്ല. മീൻസ് അവിടെ അത്രയും ടൂറിസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഗൈഡുകൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്നവർ മാത്രമേ അവിടെ വരാറുള്ളൂ. അല്ലാതെ ഒരു ഇറ്റിനറി അല്ലെങ്കിൽ ടൂർ പാക്കേജിൽ അങ്ങനെ എടുത്ത് എനിക്ക് അറിവില്ല. എന്റെ അറിവില്ലായ്മ ആയിരിക്കാം ചിലപ്പം, അങ്ങനെ അതാവാം. അതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു സ്ഥലം ദൂത് പത്രി ആയിരുന്നു. അത് ഒരു സുഖവും അതൊരു സന്തോഷമുള്ള ഒരു നല്ല ഫോട്ടോജനിക് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അതായിരുന്നു നമ്മളെ ഒരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് അന്ന് തന്നെ
അന്ന് ദൂത് പത്രം തിരിച്ചു വന്നപ്പോഴല്ലേ ഫോർട്ട്. ഫോർട്ടിൽ അത് തിരിച്ചു പറഞ്ഞ വഴിക്ക് അവിടെ ഒരു വലിയൊരു ഫോർട്ട് ഉണ്ട്. ഞങ്ങൾ ആ ഫോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ദൂത് പത്രിയിലും ഗുൽമാർഗിലൊക്കെ പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഞങ്ങൾ നൈറ്റ് വ്യൂ ഈ ഫോർട്ടിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പുള്ളിക്കാരോട് ചോദിച്ചു ഇതെന്താണ്, നമുക്ക് കയറാൻ പറ്റുമോ? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു കയറുകയൊക്കെ ചെയ്യാം, കുറച്ച് സ്റ്റീപ്പാണ്, നിങ്ങൾ സ്റ്റെപ്പ് കയറി പോകേണ്ടി വരും. നമ്മൾ പോയ അമ്പലത്തിന്റെ ടൈമിംഗ് ഉണ്ടായിരുന്നു. ഈവനിങ് എത്രയോ 5 or 4 എന്തോ മുമ്പേ എന്തോ കേറണം, എന്നാലേ അവർ അലൗ ചെയ്യുള്ളൂ. ആർമി കൺട്രോളിലായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ID കാർഡ് അവിടെയാണ് നമ്മുടെ ആധാർ എന്താണ് ID ഉള്ളത് അത് മേടിച്ചു വെക്കും. എന്താണ് നമ്മുടെ ID പ്രൂഫ് അത് അവിടെ മേടിച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്സ് ആണ്. അപ്പൊ സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആവശ്യം നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ഓക്കെയാണ്. ബട്ട് എന്നാലും നല്ല ചെറിയൊരു വീസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നാം. അപ്പൊ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഒരു ഓപ്പൺ ഏരിയ, ഒരു കാസിൽ പോലെ ചെറിയൊരു അമ്പലം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. അത് എത്രയോ അടി പൊക്കമുള്ള ഒരു ഫ്ലാഗ് ആണ്. അപ്പൊ ആ ഫ്ലാഗ് ഇവര് താഴെ നിന്നും ഈ മോള് വരെ കൊണ്ടുപോയതിന്റെയൊക്കെ ഫോട്ടോസും മറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഷെയർ ചെയ്യാം. അപ്പം ലാസ്റ്റ് പ്ലേസ് നമ്മൾ അവിടെ തന്നെ നമ്മൾ തിരിച്ച് എക്സിറ്റ് ആവുന്ന സമയത്ത് നമ്മളെന്ന് വാങ്ങി വെച്ച ഐഡന്റിറ്റി കാർഡ് അവർ തിരിച്ചു മേടിക്കാം. ആർമി ഓഫീസേഴ്സ് ആണ് താഴെയും മുകളിലും ഒക്കെ ഇരിക്കുന്നത്. എന്തായിരുന്നാലും കാശ്മീർ ഇത്രയാണ് ഞങ്ങൾ പോയ കാശ്മീർ ട്രിപ്പ്. ഇത്രയും സ്ഥലങ്ങളിലല്ലേ നമ്മൾ പോയത്. ബട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ അതിലുള്ള ഓൾമോസ്റ്റ് ഉള്ള മിക്ക സീസണും വിസിറ്റ് ചെയ്യണം. കാര്യം സ്നോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് സ്പ്രിങ് വരുമ്പോഴാണ് മെയിനായിട്ട് ഇവരുടെ ആപ്പിൾ ചെടികൾ മരത്തിൽ കാ വരുന്നത് അപ്പോഴാണ്. അപ്പോഴും നിങ്ങൾ ഇതിൽ പല സീസൺ ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിന്റെ ലൈഫിൽ ഒരു ടൈമെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാശ്മീർ. ഈ പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന രീതിയിലുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരോടൊന്നും ചെയ്യാതിരുന്ന അവര് നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. നല്ലൊരു സ്ഥലം തന്നെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറ്റുന്നവർക്ക് ഒന്ന് പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി കണ്ടതില്. ലൈഫില് നമുക്ക് പറ്റുമെന്ന് വിചാരിച്ചതല്ല പോവാൻ, പക്ഷെ ദൈവം സഹായിച്ച് അത് പറ്റി. ടച്ച് വുഡ് നമുക്ക് അവിടെ നിന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ടാവാം നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട്. ചിലവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരും കാണുമായിരിക്കും, എങ്കിലും ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് മേ ബി നമ്മൾ ടൂർ പാക്കേജ് എടുത്ത് പോയത് കൊണ്ടാവാം, നല്ലൊരു ഗൈഡ് കം ഡ്രൈവറിനെ കിട്ടിയത് കൊണ്ടാവാം. പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഒരു ഫുഡ് കൊണ്ട് കഴിപ്പിക്കുന്ന സ്ഥലങ്ങളായിരുന്നാലും നമുക്ക് ഫുഡ് പോയിസൺസോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്നും. എന്തായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചുള്ള ട്രാവൽ ഏജൻസി ഡീറ്റെയിൽസോ ഇതിന്റെ കോസ്റ്റോ മറ്റോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ പേഴ്സണലി അത് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത ഒത്തിരി ട്രാവൽ വ്ലോഗ്സ് വരുന്നതാണ്, ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ എല്ലാവരോടും മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മള് ഈ പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഒത്തിരി നമ്മളിതിന്റെ ചാനലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി വീഡിയോസ് കാണുന്നവരിൽ ഒരു 3/4 ഭാഗവും അൺസബ്സ്ക്രൈബേഴ്സ് ആണ്. കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു പോയാൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവും. നമുക്ക് കൂടുതൽ വീഡിയോസും പ്രചോദനമാണ് നമുക്ക്. ഇപ്പൊ നമ്മള് ഇനിയും കുറച്ച് ട്രാവൽസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കുന്ന വിശ്വാസമുണ്ട്. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ഈ കുഞ്ഞു കാശ്മീരിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മളിവിടെ ഷെയർ ചെയ്യാം. അതൊന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഒരു യൂസ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.